ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നമ്മളെക്കാളും ഫൈറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട് കാതയ്ക്ക്. എന്റെ പെണ്ണ് ഇത്രയും കഴിവുള്ളവളാണെന്ന് ഞാൻ ചിന്തിച്ചതേ ഇല്ല. എന്നാ പോവല്ലേ? എ ഫ്രീഡം പ്ലേസ് ഫോർ ഓൾഡ് ഏജ് പേഴ്സൺസ്. പ്രായമായവർക്ക് സ്വതന്ത്രമായി കഴിയാനുള്ള കുറെ വില്ലകൾ. ലാഭം മാത്രമല്ല, ഒരു ചാരിറ്റി കൂടെ ഉദ്ദേശിക്കുന്നുണ്ട്. പ്രായം ചെന്ന ആളുകള് വലിയ വലിയ കെട്ടിടങ്ങളായിരിക്കില്ല ആഗ്രഹിക്കുന്നത്. അവരവരുടെ ചെറുപ്പം ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടല്ലോ, അത് തിരിച്ചു കൊടുക്കാൻ ശ്രമിച്ചൂടെ? എങ്ങനെ? ഉദാഹരണത്തിന് ഇപ്പോ 70 വയസ്സുള്ള ഒരാള്, അയാള് ജനിച്ചതും ജീവിച്ചതൊക്കെ ഒരു ഓലം മേഞ്ഞ വീട്ടിലോ അല്ലെങ്കിൽ ഓട് പാകിയ വീട്ടിലോ ആയിരിക്കും. അപ്പോ മൊത്തത്തില് ഒരു ഓട് പാകിയ കെട്ടിടമാണെങ്കില് അവർക്ക് അവരുടെ പഴയകാലം തിരിച്ചു കിട്ടിയതുപോലെ തോന്നില്ലേ? പിന്നെ ഓരോ വീടുകളുടെ അടുത്തും അവർക്ക് സ്വന്തമായി കൃഷി ചെയ്യാൻ കുറച്ച് സ്ഥലം, ഈ പച്ചക്കറിയും മറ്റൊക്കെ നടാനേ. പിന്നെ കുറെ പേര് സുഖമില്ലാത്തവരൊക്കെ കാണും, കുറച്ചു പേര് വീൽചെയറിലും ആയിരിക്കും. അവർക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോവാനേ ഒരു നടപ്പാത വേണം. അതുപോലെ അവർക്ക് വൈകുന്നേരങ്ങളിൽ പുറത്തിറങ്ങിയിരിക്കാനും അസ്തമയം ആസ്വദിക്കാനൊക്കെ ആയിട്ട് ഇരിപ്പിടങ്ങളും ഉണ്ടാവണം. പിന്നെ ഇവിടെ സ്വിമ്മിംഗ് പൂളിന്റെ ഉദ്ദേശമുണ്ടോ? യെസ്, അങ്ങനെ ഒരു ഐഡിയ കൂടെ ഉണ്ട്. അതെ, ഈ പറയുന്ന ആളുകളൊക്കെ കുളിച്ചിരുന്നതേ കുളത്തിലാ. എല്ലാവർക്കും വന്ന് കുളിക്കാവുന്ന രീതിയില് ഒരു കുളം തന്നെ ഉണ്ടാക്കുന്നതാ നല്ലത്. അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോ അവർക്ക് അവരുടെ പഴയ കാലത്തിലേക്ക് തിരിച്ചെത്തിയതുപോലെ തോന്നൂല്ലോ, അല്ലേ? ഈ കുട്ടിക്ക് ഇത്ര നല്ല ഐഡിയാസോ? ഗ്രേറ്റ് ഐഡിയ. കോൺക്രീറ്റ് സൗധങ്ങളിൽ കഴിഞ്ഞ് മനസ്സ് മടുത്തവർക്ക് ലളിത ജീവിതം നയിക്കാനായിട്ട് അവരുടെ പഴയ കാലം നമ്മൾ തിരിച്ചു കൊടുക്കുന്നു. മണിക്കുഞ്ഞ്, എങ്ങനെയുണ്ട് ഗാഥയുടെ കൺസെപ്റ്റ്? പറയാനുണ്ടോ സാറേ? സാറിന്റെ താല്പര്യങ്ങളുടെ കൂടെ ഗാഥ മാഡത്തിന്റെ ഐഡിയയും കൂടെ ചേർന്ന പിന്നെ കളരിക്ക ഗ്രൂപ്പിനെ പിടിച്ചാ കിട്ടില്ല. അവളുടെ ഓരോ ഐഡിയാസും അതിനെ പുകഴ്ത്താൻ നവീനും. നീ എന്റെ വേലി മുറിക്കുമല്ലോ. സാറേ മാറിക്കോ. നവീൻ,
പാമ്പ് ദേ പാമ്പ് അയ്യോ, പാമ്പ്. ഓടിക്കോടാ, ഓടിക്കോ. ഓടിക്കോ ഓടിക്കോ നാഗങ്ങൾ ഉപദ്രവിക്കില്ല. അവര് ദ്രോഹിക്കേണ്ട കാര്യമില്ല. പ്രാർത്ഥിച്ചാ മതി. അയ്യോ മാണിക്കുഞ്ഞെ, നന്നായിട്ട് മുറിഞ്ഞിട്ടുണ്ടല്ലോ. അതെ, വണ്ടിയിൽ വല്ല തുണിയുണ്ടോ? വേണ്ട, സാരമില്ല. മാണിക്കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം. ഏയ്, ഇതൊരു ചെറിയ മുറിവല്ലേ മാഡം, സാരമില്ല. എന്റെ സാറിനൊന്നും പറ്റിയില്ലല്ലോ. കഥ ഉം. സത്യത്തില് അവരെല്ലാരും കൂടി വളഞ്ഞപ്പോ ഞാൻ പെട്ടെന്നൊന്ന് പകച്ചുപോയി. തന്റെ മനസാന്നിധ്യ എന്റെ ജീവൻ രക്ഷിച്ചത്. ഞാനല്ല, സ്വന്തം ജീവൻ നോക്കാതെ നവീനെ രക്ഷിച്ചത് ആരാന്നറിയോ? മാണിക്കുഞ്ഞ, പിന്നെ ആ നാഗവും. എനിവേ, നമുക്കിപ്പോ ഇവിടുന്ന് പോവാം. തോറ്റുപോയതിന്റെ ക്ഷീണം അയാൾ തീർത്തുവിടാന്നില്ല. അതെ സാർ, ഗാതമാടം കൂടെ ഉള്ളതാ. അത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മളെക്കാളും ഫൈറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട് ഗാഥയ്ക്ക്. എന്റെ പെണ്ണ് ഇത്രയും കഴിവുള്ളവളാണെന്ന് ഞാൻ ചിന്തിച്ചതേ ഇല്ല. എന്നാ പോവല്ലേ? കേരള അവള് വീട്ടിലെത്തട്ടെ. അവളെ ഞാൻ വെറുതെ വിടില്ല. കൃഷ്ണ